ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലുണ്ടായ വൻ കുതിച്ചുചാട്ടത്തിന് പിന്നാലെ ആഗോളതലത്തിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നു. മെമ്മറി സ്റ്റോറേജ് ചിപ്പുകൾക്ക് ഉണ്ടായ കടുത്ത ക്ഷാമവും വിലക്കയറ്റവും ചൂണ്ടിക്കാട്ടിയാണ് ആപ്പിളും മൈക്രോസോഫ്റ്റും തങ്ങളുടെ പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഐപാഡ്, മാക്ബുക്ക് എന്നിവയുടെ വിലയിൽ 15% മുതൽ 25% വരെ വർധനവാണ് ആപ്പിൾ വരുത്തിയത്. ആപ്പിളിന്റെ ചില മോഡലുകൾക്ക് ഇനി $300 വരെ അധികം നൽകേണ്ടി വരും. ഉപഭോക്താക്കളെ ഈ അധിക ബാധ്യതയിൽ നിന്ന് സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നിലവിലെ സാഹചര്യം അസാധ്യമാണെന്ന് കമ്പനി വ്യക്തമാക്കി. എന്നാൽ ഐഫോൺ വിലയിൽ നിലവിൽ മാറ്റമില്ല. എക്സ്ബോക്സ് ഗെയിമിംഗ് കൺസോളുകളുടെ വിലയിൽ വൻ വർധനവാണ് മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചത്. സ്റ്റോറേജ് ചിപ്പുകളുടെ വില 2.5 ഇരട്ടിയോളം വർദ്ധിച്ചതാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് കമ്പനി അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ടെക് ഭീമന്മാർ AI സേവനങ്ങൾക്കായി ആയിരക്കണക്കിന് ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. ഈ ഡാറ്റാ സെന്ററുകൾക്ക് ആവശ്യമായ മെമ്മറി, സ്റ്റോറേജ് ചിപ്പുകൾക്കായി വൻതോതിൽ ഡിമാൻഡ് വർദ്ധിച്ചത് ചിപ്പുകളുടെ ആഗോള ലഭ്യതയെ സാരമായി ബാധിച്ചു. ഇതാണ് സാധാരണക്കാർ വാങ്ങുന്ന ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, ഗെയിമിംഗ് കൺസോളുകൾ എന്നിവയുടെ വില ഉയരാൻ പ്രധാന കാരണമായത്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ആപ്പിളിന്റെ ഓഹരികളിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷിയെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ AI സാങ്കേതികവിദ്യയുടെ വികസനം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇലക്ട്രോണിക്സ് മേഖലയിലെ വിതരണ ശൃംഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി വരും മാസങ്ങളിലും തുടരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചനകൾ.